ഹായ് എല്ലാവർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലെ ആദർശും നയനിയും മോളും കൂടിയിട്ട് ടൂർ പോയിരിക്കുകയാണല്ലോ. അപ്പോൾ അവരുടെ ഭാഗമാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. അവർ പാർക്കിലും ബീച്ചിലൊക്കെ പോയി നല്ല അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഐസ്ക്രീം കഴിക്കലും പാർക്കിൽ പോയി അങ്ങനെ ഫുൾ അടിച്ച് പൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അനഘയുടെ കൂടെ നിൽക്കുന്ന ചേച്ചിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി അതൊക്കെ കണ്ടു വന്നിട്ട് ഇങ്ങനെ അനഘയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മോളെ പിറന്നാൾ കഴിഞ്ഞ ശേഷം അച്ഛനും മോളും കൂടി ടൂറിന് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു ജീവിതം ചന്തുമോൾക്ക് കിട്ടിയത്. മോൾ ആഗ്രഹിച്ച പോലെ തന്നെ മോളുടെ അച്ഛൻ വലിയ ജ്വല്ലറിയുടെ ഓണറൊക്കെയാണല്ലോ. പോരാത്തതിന് ആ അമ്മയും കൂടി മോളെ ഏറ്റെടുത്ത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അടുത്ത് വന്നിട്ട്. അപ്പോൾ നമ്മുടെ അനഘ അങ്ങനെ നോക്കി കിടക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ നവ്യാണെങ്കിൽ ആഭരണപ്പെട്ടിയൊക്കെ എടുത്തിട്ട് ഒരു തെളിച്ചില്ലാണ്ട് എല്ലാം പൊക്കി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാലയും വളയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അബി റൂമിലേക്ക് വരും കേട്ടോ. അപ്പോൾ എടാ നമുക്കൊന്ന് പുറത്ത് പോകണം, ഇതിൽ ചിലതൊക്കെ ഒന്ന് മാറ്റി മേടിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പുതിയ ഫാഷനിലെ ആഭരണങ്ങളൊക്കെ എടുക്കാം, അവിടെ നിന്ന് തന്നെ എടുക്കാമായിരുന്നല്ലോ. പക്ഷെ അത് ഇതുവരെ നടന്നില്ലല്ലോ. ഇപ്പം അതൊന്നല്ല വിഷയം, ഇത് നോക്കിയെന്നും പറഞ്ഞിട്ട് അവരുടെ വീഡിയോസ് കാണിച്ചു കൊടുക്കണം കേട്ടോ. ആദർശം നായനും കുട്ടിയും കൂടിയിട്ട് അടിച്ചു പൊളിക്കുന്ന നല്ല വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അബി വീണ്ടും ഇരുത്തിയിൽ എണ്ണ ഒഴിക്കാൻ തുടങ്ങിയിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോള്. അപ്പോൾ ആദർശ അവളെയും കൊണ്ട് ഉലകം ചുറ്റുന്നത് മനസ്സിലാക്കാം. പക്ഷേ നിൻ്റെ അനിയത്തിയാണല്ലോ അതിൽ ഹാപ്പി, അവൾക്ക് തിന്തിൻ്റെ കേടാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയണത് എന്താ വെച്ചാൽ, നമ്മുടെ കുഞ്ഞുമായിട്ട് നമ്മളിതുവരെ പുറത്തു പോയിട്ടില്ലല്ലോ അബി എന്ന് പറയും കേട്ടോ. അത് ശരി, നമ്മുടെ കുഞ്ഞതിന് യാത്ര ചെയ്യാറൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയും, എന്നാലും അന്യൊരു കുഞ്ഞുമായിട്ട് നയനെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കാണുമ്പോൾ എനിക്കൊരു കൊതി എന്ന് പറയും. അപ്പോൾ അബി പറയും, അത് ശരി, ഇപ്പം ഞാൻ വീഡിയോ കാണിച്ചു തന്നോ ചെയ്ത തെറ്റ്? അതല്ലടാ, അന്യൊരു കുഞ്ഞിന് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ എനിക്കൊരു വിഷമം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിൻ്റെ അനിയത്തിയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നുണ്ട്. അത് ശരിയാ, പിറന്നാൾ കഴിഞ്ഞപ്പോൾ ഒന്ന് ചുറ്റിയടിക്കാൻ പോകാമെന്ന് ആദർശിനോട് പറഞ്ഞത് അവളാ. ആദർശിനത് ഇഷ്ടമാണല്ലോ, അവൻ്റെ കുഞ്ഞിനല്ലേ എല്ലാവരും കൊഞ്ചിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇതിനൊക്കെ ഒരു തിരിച്ചടി അവൾക്ക് കിട്ടും, എനിക്ക് ഉറപ്പാണ്. കുഞ്ഞിൻ്റെ അമ്മ റിക്കവറായിട്ട് വന്നു കഴിഞ്ഞാൽ ആദർശേട്ടന് ഉറപ്പായിട്ട് അതിനെ ഏറ്റെടുക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭി മനസ്സിൽ പറയുന്നുണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനായിരിക്കും കുഞ്ഞിനെ ഏറ്റെടുക്കേണ്ടി വരിക. എന്നിട്ട് ഇങ്ങനെ നവ്യനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നവ്യ നോക്കിയിട്ട് പറയുന്നുണ്ട് മനസ്സിൽ, അന്ന് നീ എന്നെ കൊല്ലും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ അഭി എന്ന് പറയുന്നുണ്ട്. അത് ശരിയാ, പക്ഷേ അവൾ ഒരിക്കലും റിക്കവറായി വരത്തില്ല, കാരണം അവൾ ഇത്രയും വലിയ അസുഖമാണ് അവൾക്ക്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, ഞാനിതൊക്കെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കട്ടെ, അവർ കാണട്ടെ മകളുടെ പ്രകടനം, എന്നിട്ട് വിലയിരുത്തട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, നീ ഇനിയിപ്പോൾ അത് വലിയ വിഷയമാക്കാനൊന്നും നിൽക്കണ്ട, അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. ഈ വീട്ടിലുള്ള ആൾക്കാരുടെ ഇരട്ടതാപ് മനസ്സിലാക്കാൻ പറ്റിയ സമയമായിരുന്നു അത്. എന്തായാലും നിനക്കത് മനസ്സിലായല്ലോ, ഇനി അതനുസരിച്ച് വേണം ഇവിടെ ജീവിക്കാൻ. അപ്പം നവ്യ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വീട്ടിൽ താമസിക്കാൻ തോന്നാറില്ല. പിന്നെ എങ്ങനെയെങ്കിലും ഈ തറവാടൊന്ന് ഭാഗം വെച്ചിട്ട് അവരവരുടെ ഭാഗം ഒന്ന് കിട്ടി പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോമാളിത്തരൊന്നും കാണേണ്ടി വരില്ലല്ലോ. അതിവിടെ സമ്മതിക്കില്ലല്ലോ. ഈ ഓരോ വീട്ടിലുമില്ലേ ഇപ്പോൾ ഈ കാരണവന്മാരുടെ ഭരണം, ഇവിടെ മാത്രം രാജാവിൻ്റെ ഭരണം. ഒരു നരച്ച താടി വെച്ച രാജാവ്, അതിനെ മാത്രം വിശ്വസിക്കുന്ന ഒരു ഭാര്യ. എൻ്റെ അമ്മാവന്മാർ അങ്ങനത്തൊക്കെ തന്നെയാണ്. പിന്നെ എങ്ങനെ ഭാഗം വയ്ക്കും? ഇനിയിപ്പോൾ ഭാഗം വെച്ചാൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടാൻ പോണില്ല. എല്ലാ ആദർശിനും എനിക്കും വേണ്ടിയിട്ട് വേദിക്കാനിരിക്കുകയല്ലേ. ഞാനും എൻ്റെ അമ്മയും ഈ തറവാട്ടിലെ അംഗങ്ങളല്ലല്ലോ. അപ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ നീ അംഗമല്ലാന്ന് നമ്മുടെ കല്യാണത്തിന് മുന്നേ പറയാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ ഭാര്യ ആവില്ലായിരുന്നു. അപ്പം അഭി പറയുന്നുണ്ട്, അത് ശരി, അപ്പം നീ ആദർശിൻ്റെ ഭാര്യയേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നീ പറയാതിരുന്നത് നന്നായെന്ന് ഞാൻ പറഞ്ഞത്. അയാളുടെ ഭാര്യ എങ്ങാനായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇപ്പോൾ കട്ട പുകയേനെ. ഇതുപോലെ പെൺകുട്ടികളെ വഞ്ചിക്കാനേ ആർക്കും കഴിയില്ല. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതേ ഉള്ളത് പറയാലോ, അവൻ്റെ ഈ വളഞ്ഞ ബുദ്ധി കൊണ്ടാണ് അവൻ എല്ലാവരും കുപ്പിയിലാക്കിയത്, മുത്തച്ഛനെ വരെ. അല്ലെങ്കിൽ ഇപ്പോൾ സ്വന്തം മക്കളെ മാറ്റി നിർത്തിയിട്ട് മുത്തച്ഛൻ അവനെ കമ്പനി ഏൽപ്പിക്കൂ. അവൻ്റെ ആ മിടുക്കൊന്നും എനിക്കില്ലാതെ പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയണ്ട, നീ എന്തായാലും ഫോട്ടോ എനിക്കൊന്ന് ഷെയർ ചെയ്തേ. നവ്യ അപ്പോഴേക്കും ആ ഫോട്ടോ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മുടെ ആദർശിൻ്റെ അമ്മേനെ വിളിച്ചിട്ടുണ്ട്. അവിടെ ആദർശിൻ്റെ അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട്, നമ്മുടെ നവ്യയുടെ നയനയുടെ വീട്ടിൽ കേട്ടോ. അപ്പോൾ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അമ്മ പറയേണ്ടത്, ആദർശിൻ്റെ അമ്മ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ ചെന്നിട്ട് ചോദിക്കേണ്ടത്, എന്താ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞത് ചോദിക്കട്ടെ. അതൊന്ന് കാണിച്ചു കൊടുക്കുന്നു പറയുന്നുണ്ട് അച്ഛൻ. അപ്പോൾ അമ്മ അതെടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആദർശിൻ്റെ അമ്മയ്ക്ക്. കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒന്നുകൂടെ കാണും. എന്നിട്ട് ആദർശിൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളിത് എനിക്ക് അയച്ചു തന്നിരുന്നു, ചന്തുമോളെയും കൊണ്ട് അവർ ചെറിയൊരു ടൂർ പോയതാ, നിങ്ങളുടെ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, ഇല്ല മനസ്സിലായിട്ടില്ല, മനസ്സിലായെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവ്യയുടെ അമ്മ പറയുന്നുണ്ട്, അതെ ഞങ്ങളുടെ മോൾക്ക് കുഞ്ഞുങ്ങളില്ല, ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളൊന്നും വേണ്ടെന്ന് ആദർശം അങ്ങ് തീരുമാനിച്ചോ?
അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെ അങ്ങനെ എന്തിനാ തീരുമാനിക്കുന്നത്, അങ്ങനെ തീരുമാനിച്ചത് തന്നെ ഞാൻ സമ്മതിക്കൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവിയുടെ അമ്മ പറയും, പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ സമ്മതിക്കും. അല്ല, കൊച്ചുമകളുടെ സൈറ്റ് ഇപ്പോൾ ഒരുത്തി കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാ കനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ ചോദിക്കുന്നുണ്ട് ആദർശിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയും, ഞങ്ങളുടെ സ്ഥാനത്ത് ആദർശിൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ. അപ്പോൾ നവിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ മൂത്ത മോളുടെ ജീവിതം കുറേ നാൾ മുമ്പ് ഞങ്ങളുടെ സങ്കടം ഉണ്ടായിരുന്നേ, എന്നാൽ ഇപ്പോൾ അഭി നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് നവ്യനെ. ഇപ്പോൾ വിഷമായി കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നയനമോളുടെ ജീവിതമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, നയനയുടെ ജീവിതം കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് നയനമോൾക്ക് തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയുടെ അമ്മ പറയുന്നുണ്ട്, ദേവയാനി അതൊക്കെ ശരി, പക്ഷേ മോളേനെ അമ്മയെന്ന് വിളിക്കുന്നത് ഇപ്പോൾ മറ്റൊരാളുടെ കുഞ്ഞല്ലേ. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, ആ കുഞ്ഞെങ്ങനെയാണ് അവിടെ വന്നതെന്നൊക്കെ ആദർശം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, തെറ്റിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ആദർശിൻ്റെ മുത്തച്ഛൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ ഇതിന് അദ്ദേഹം നല്ലൊരു തീരുമാനം എടുക്കാത്തത്, ആദർശ് ചെയ്തത് ശരിയാന്ന് നെയ്യത്ത് കൈവച്ച് പറയാൻ ആദർശിൻ്റെ അമ്മയ്ക്കും മുത്തച്ഛനും കഴിയൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നയനയുടെ അച്ഛൻ. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയുന്നുണ്ട്, അവൻ്റെ വശത്ത് നിങ്ങൾ കരുതണ പോലത്തെ ഒരു തെറ്റുമില്ല. അപ്പോൾ നയൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോൾ ചന്തുമോൾ ആദർശിൻ്റെ കുഞ്ഞല്ലേ, അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നം തീർന്നു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് നയനമോള് പറയാറുണ്ട് ആദർശിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന്. അങ്ങനെ തെറ്റില്ല എന്ന് പറയണമെങ്കിൽ അത് ആദർശിൻ്റെ കുഞ്ഞല്ലാണ്ട് പിന്നെ ചന്തുമോൾ ആരുടെ കുഞ്ഞാ? അപ്പോൾ ആദർശിൻ്റെ അമ്മ അങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂത്ത മോളെ ചൊല്ലി വേദനിക്കേണ്ടി വരും. ഇതിപ്പോൾ ഒന്നും പറയാനും പറ്റണില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നവിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, ദേവയാനി എന്താ ആലോചിക്കുന്നത്? ഞങ്ങളുടെ ചോദ്യത്തിന് നല്ല ശരിക്കൊരു ആൻസർ തന്നാൽ മതി, പിന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ചില സമയത്ത് സത്യം എന്താണെന്ന് മനസ്സിലാക്കിയാലും അത് തുറന്ന് പറയാൻ പറ്റാത്തൊരു ഗതികേടുണ്ട് മനുഷ്യന്. അത്തരം സാഹചര്യത്തിൽ നമുക്കൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾ വേറൊന്നും പറയാനല്ല ആദർശിൻ്റെ അമ്മേനെ വിളിച്ചത്. കഴിഞ്ഞ ദിവസം അവൾ പിറന്നാൾ ആഘോഷിച്ചപ്പോൾ ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടു. അതിന് പുറമേതാ ടൂറ് പോയ ദൃശ്യങ്ങളും ഞങ്ങൾ കണ്ടു. ദയവ് ചെയ്തിട്ട് ഇത്തരം ദൃശ്യങ്ങളൊന്നും ഞങ്ങൾക്ക് അയച്ചു തരരുതെന്ന് മോനോടും മരുമോളോടും ഒന്ന് പറയണം. നവ്യമോളാണ് ഈ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നത്. എന്തിനാ അവളുടെ ഫോണിലേക്ക് ഇതൊക്കെ അയച്ചു കൊടുക്കണേ? ഇതൊന്നും അവളെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ പിറന്നാൾ ആഘോഷിക്കുക, ടൂറ് പോകുക, എന്താ ആയിക്കോട്ടെ, പക്ഷേ ഇതൊക്കെ ഞങ്ങളെന്തിനാ അറിയിക്കണേ? അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയേണ്ടത്, ഇതേപ്പറ്റി ഞാൻ അവരോട് സംസാരിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ആദർശിൻ്റെ മുത്തച്ഛൻ മാത്രമല്ല നയനമോളും ന്യായമല്ലാത്ത ഒരു കാര്യത്തിനും കൂട്ടു നിൽക്കില്ല. ആദർശിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മോൾ ഉറപ്പായിട്ടും ആദർശിനെ തിരുത്താൻ ശ്രമിച്ചേനെ. അതല്ലെങ്കിൽ അവനെ വിട്ടിട്ട് അവൾ ഇവിടെ വന്നു നിന്നേനെ. മോൾ അങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം, ആദർശിൻ്റെ ഭാഗത്ത് എന്തോ ന്യായമുണ്ടെന്ന്. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. അതും പറഞ്ഞിട്ട് ആദർശിൻ്റെ അമ്മ പോയി കേട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കേണ്ട അമ്മയുടെ അടുത്ത്, അല്ല ആദർശിൻ്റെ അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവിയുടെ അമ്മ പറയുന്നുണ്ട്, എനിക്കറിയില്ലല്ലോ ഗോവിന്ദേട്ടാ, ഇവരൊക്കെ എന്തൊക്കെയോ മോള് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, എന്നാൽ പിന്നെ അത് തുറന്ന് പറഞ്ഞൂടെ? അത് കഴിഞ്ഞ് ദേവയാനി തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. എത്തുമ്പോഴേക്കും പുറകെ ആദർശും മോളും നയനയും കൂടി വന്നിട്ടുണ്ട്. അപ്പം മോള് ഓടി വന്ന് മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ ചോദിക്കേണ്ടത് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബർത്ത്ഡേ കുട്ടി ഹാപ്പി എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകേണ്ടതെന്ന് പറഞ്ഞു, പിന്നെ ഞങ്ങൾക്ക് പോകണ്ടേ, അതിന് മുന്നേ ഞങ്ങളൊന്ന് ചുറ്റി കറങ്ങിയതാണ്, ഇനിയിപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ പറയാമല്ലോ. അത് കഴിഞ്ഞിട്ട് ദേവയാനി പറയുന്നുണ്ട് നയനോട്, ഞാൻ നയനമോളുടെ വീട്ടിൽ പോയിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന അങ്ങനെ ആകെ ശങ്കിച്ച് നോക്കുന്നുണ്ട്. അമ്മ എന്തിനാ പെട്ടെന്ന് അങ്ങോട്ട് പോയി ചോദിക്കുന്നുണ്ട് ആദർശ്. നയനമോളുടെ അമ്മ വിളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, നീ മോളെയും കൊണ്ട് അകത്തേക്ക് വയ്ക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കുഴപ്പങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം അറിയുന്നവരവർക്ക് കുഴപ്പങ്ങളൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് ആദർശ് മോളെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോയിട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ ടൂറ് പോയി എൻ്റെ ഫോട്ടോ നവിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവളത് അപ്പം തന്നെ കനയ്ക്ക് അയച്ചു കൊടുത്തു. അതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെയാണ് അവളെന്നെ വിളിപ്പിച്ചത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളുടെ അച്ഛനോടും അമ്മയോടും നമുക്ക് സത്യങ്ങൾ പറഞ്ഞാലോ, അത്രത്തോളം അവരിപ്പോൾ ആദർശിനെ വെറുക്കുന്നുണ്ട്. അപ്പം നയന പറയേണ്ടത്, വെറുത്തോട്ടെ അമ്മേ, അവർ വെറുത്താലും നമുക്ക് സത്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇനിയിപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ ആദർശേട്ടനെ അവർ സ്നേഹിക്കുമായിരിക്കും, പക്ഷേ അപ്പോഴും അഭി വെറുക്കില്ലേ? അവൻ ആ വെറുപ്പ് അർഹിക്കുന്നില്ലേ മോളെ ചോദിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവർ തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. പക്ഷേ അതിലുപരി എൻ്റെ ചേച്ചിയുടെ ആ നിമിഷം മുതൽ എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർന്നല്ലോ എന്ന ചിന്തയായിരിക്കും എൻ്റെ അച്ഛനമ്മയ്ക്കും. ഒന്നാമത് ചേച്ചിക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുമായി, പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ചില നേരത്തെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യങ്ങൾ പറഞ്ഞാലോ എന്ന്. എന്നിട്ട് അമ്മയുടെ കൈയും പിടിച്ചിട്ട് പറയുന്നുണ്ട്, പരമാവധി നമുക്ക് പറയാതിരിക്കാൻ നോക്കാം അമ്മേ, പിന്നെ ഗത്യന്തരം ഇല്ലാതെ വന്നാൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ശരി മോളുടെ ഇഷ്ടം പോലെ ചെയ്യ്, മോൾ ഒരുപാട് യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി കുളിച്ച് ഫ്രഷ് ആവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നായനെ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വിഷമാവുന്ന രീതിയിൽ അച്ഛനമ്മ സംസാരിച്ചല്ലേ? അതൊന്നും പ്രശ്നമില്ലേ മോളെ, എനിക്ക് സത്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അതൊന്നും എന്നെ അത്ര വേദനിപ്പിച്ചില്ല. പിന്നെ അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിലപ്പുറം പറഞ്ഞേനെ.
പിന്നെ അവരുടെ ഉള്ളിൽ ഇതൊക്കെ ഒരു ഭാരമായി കിടക്കുന്നതാണ് എനിക്കൊരു വിഷമം. മോളുടെ അച്ഛൻ അസുഖക്കാരനല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട് സത്യങ്ങളൊക്കെ അറിഞ്ഞാലും അച്ഛന് അസുഖത്തിന് കുറവുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഒരു ചതിയാണ് അഭി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് നയനകത്തേക്ക് പോകാൻ കേട്ടോ. ഈ സമയം മുത്തച്ഛൻ ആരോട് ഫോൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തച്ഛൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട് അഭി. ഇന്ന് ജോയിൻ ചെയ്യാൻ പോകണം. വലിയ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ചിരിച്ചിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മുത്തച്ഛനെ അനുഗ്രഹിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. മുത്തച്ഛൻ എനിക്ക് എന്നിട്ട് അപ്പോൾ കാലിങ്ങനെ പിടിച്ചു അഭി. അപ്പോൾ മുത്തച്ഛൻ കൈ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എത്ര അനുഗ്രഹിച്ചാലും നീ ചെയ്ത പാപങ്ങളൊന്നും നിന്നെ വിട്ട് പോവില്ലടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അഭി മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയേണ്ടത് ഇനിയെങ്കിലും നന്നായിട്ടൊന്ന് ജീവിക്കാൻ നോക്കുമെന്ന് പറയേണ്ടത് കേട്ടോ. അപ്പോൾ അഭിയോഗിക്കുന്നുണ്ട്, അപ്പോൾ ഇത്ര കാലം ഞാൻ നന്നായിട്ടല്ലേ ജീവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മുത്തച്ഛൻ പറയും, നിന്നെ പറ്റി ഏറ്റവും നന്നായി അറിയുന്നത് നിനക്ക് തന്നെയാണ്, അപ്പോൾ ഇനി അതേ പറ്റിയൊരു വർത്തമാനം വേണ്ട. എന്നിട്ട് മുത്തച്ഛൻ പറയേണ്ടത് മൂർത്തി ജ്വല്ലറി എവിടെയൊക്കെ കടയിട്ടിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ ഒന്നാമത് എത്തിയിട്ടുണ്ട്. ആദർശ് എവിടെ ഏതൊരു കൂടി ബഹുദൂരം മുന്നിലാണ് നമ്മൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതിൽ നയനമോളുടെ കഴിവുണ്ട്. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഇനിയിപ്പോൾ നീ നോക്കാൻ പോകണ ബ്രാഞ്ച് ഒരു കാലത്തും പിന്നിൽ പോകാൻ പാടില്ല എന്ന് പറയും. ഈ പിന്നിൽ പോകാൻ ഇല്ലയെന്ന് മാത്രമല്ല മുത്തച്ഛ, ഇനിയിപ്പോൾ അവിടെ റെക്കോർഡ് സെയിലായിരിക്കും. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് വെറുതെ വാചകാശ്രദ്ധ നടത്തിയിട്ട് കാര്യമില്ല, പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കണം, അത് ആദർശിൻ്റെ മിടുക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭിക്കത് ഇഷ്ടമായില്ല. അപ്പോൾ പറയുന്നത് എന്തിനാ മുത്തച്ഛ അതിനെ ആദർശേട്ടനായിട്ട് കമ്പയർ ചെയ്യുന്നത്? ആദർശേട്ടൻ ഇപ്പോൾ ബിസിനസ്സിൽ മാത്രമല്ലല്ലോ മറ്റെല്ലാത്തിലും കഴിവ് തെളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞു നീ അങ്ങനെ ആദർശിനെ കളിയൊക്കെ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് മുത്തച്ഛൻ. എൻ്റെ അനുഗ്രഹം വാങ്ങി നീ ആദർശിൻ്റെ അനുഗ്രഹം വാങ്ങേണ്ടതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശേട്ടൻ പേരുദോഷം കേൾപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അനുഗ്രഹം മേടിച്ചേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അബി. ഇപ്പം ഞാൻ ആദർശൻ്റെ പാദം തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് പോയാലേ ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എൻ്റെ ഭാര്യയായിരിക്കും. ഭാഗ്യം എല്ലാവരുടെയും അനുഗ്രഹം ഞാൻ മേടിച്ചോളാം, ശരി മുത്തച്ഛനെന്നും പറഞ്ഞിട്ട് മുത്തച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച് കണ്ണിലൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. മുത്തച്ഛി ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് മുത്തച്ഛൻ പറയുന്നുണ്ട് ഇവനെ പോലെ അടവും നയവും ഉള്ള ഒരുത്തൻ ഒരു കുടുംബത്തിലും കാണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അവൻ ചെയ്ത തെറ്റുകൾ ഇദ്ദേഹം പൊറുക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എങ്ങനെ പൊറുക്കാതിരിക്കടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. അവൻ ചെയ്ത തെറ്റുകളൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നവ്യ നയനെ പോലെ ഇല്ല, പിന്നെ വീടിൻ്റെ അകത്ത് പൊട്ടിപ്പുറപ്പെടുന്ന കലഹമൊക്കെ നമുക്ക് നിയന്ത്രിക്കാവുന്നതിലപ്പുറമായിരിക്കും. അപ്പം മുത്തശ്ശി പറയേണ്ടി ഇവൻ കാരണം ആ ബ്രാഞ്ച് പൊളിയോന്ന് എൻ്റെ സംശയം എന്ന് പറയേണ്ടി കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയും അങ്ങനെയൊന്നുമില്ല, അതിനുള്ള കടവുകൾ അതിനുള്ള വഴികളൊക്കെ ഞാനും ആദർശം കൂടി കണ്ടുവച്ചിട്ടുണ്ട്. ആദർശാണെങ്കിൽ അവിടെ മൊബൈലിൽ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ ഭാഗം അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.